നന്ദസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട്. ഇതേ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. അത് പറയാൻ പറഞ്ഞു ഞാൻ. പിന്നെ പണ്ടൊക്കെ എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, ക്രിസ്മസ് പപ്പ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരുന്നായിരുന്നു. ഇതേ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് കാലത്ത് പ്രത്യേകതയുള്ളൂ. ഡിസംബറിൽ നല്ല കാറ്റ്, നല്ല മഞ്ഞ് അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്രിസ്മസ് പപ്പ ഇങ്ങനെ കുതിരവണ്ടിയിൽ വന്നിട്ട് ചുവപ്പ് തൊപ്പിയും പിന്നെ ആ ചുവപ്പ് നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് വെൽവെറ്റിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് പപ്പ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരുന്നായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ വിചാരം. പിന്നെ വലുതാകുമ്പോൾ മനസ്സിലായി അതൊക്കെ ഇമാജിനറി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേ ഡെക്കറേഷൻ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോരോ ഐറ്റംസ് വാങ്ങിക്കും. എന്നിട്ട് അത് കേടുപാട് കൂടാണ്ട് സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുൽക്കൂടൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ. കാരണം അതിൽ ഉണ്ണിയേശുവിന് വയ്ക്കുന്നത് 12 മണിക്ക് കണ്ടല്ലേ, ക്രിസ്മസിൻ്റെ തലേദിവസം 12 മണിക്ക് അങ്ങനെ എന്തുകൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ല. പിന്നെ ഇന്നും നമ്മൾ പതിവ് പോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ കണ്ണനല്ല എൻ്റെ സാരഥി, ചേട്ടനാണ്. കണ്ണനാണെങ്കിൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതൊക്കെയാണെന്നുള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകാൻ പറ്റുന്ന അവസരത്തിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട്. എൻ്റെ വോയിസും ശരിയായിട്ട് കേൾക്കണമെന്നും ഉണ്ടാവില്ല, കാരണം നല്ല കാറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെടിച്ചട്ടിയൊക്കെ ഇതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത്. അല്ലാതെ ക്രിസ്മസ് ട്രീ ചിലപ്പോൾ മറിഞ്ഞു വീണു പോകും. അപ്പോൾ ഇനി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാൺശ്ശേരി പഞ്ചായത്തിലെ ആളൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലാണുള്ളത്. അവിടെയാണ് പൊന്മല സ്ഥിതി ചെയ്യുന്നത്. പൊന്മലയിൽ തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിൽ ശിവരാത്രിക്കാണ് ആഘോഷങ്ങളൊക്കെ നടക്കാറുള്ളത്. ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മല. എത്രയാണ്ട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്തൊക്കെ താഴ്ഭാഗം എന്ന് പറയുന്നത് അത്ര പാടാണ്. അതിൻ്റെ എത്രയോ മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇതേ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഉറവ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എന്തായാലും വറ്റുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ പ്രദേശങ്ങൾ തൃശ്ശൂർ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പൊന്മല. ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയുള്ള കാരണം കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊന്നും വന്നിരുന്ന സമയത്ത് അമ്പലത്തിൻ്റെ സൈഡിൽ ഗേറ്റൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ഒരു ഗേറ്റൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ കാരണം സമീപവാസികൾ പറയുന്നത് എന്താ വെച്ചാൽ പലരും വന്നിട്ട് അവിടെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രകൃതിനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഭാവി തലമുറയ്ക്ക് പിന്നെ എന്തോട്ടാണ് കാണാനുണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ആൾക്കാർ വന്നിട്ട് ആരൊക്കെയോ തീയിട്ടിട്ട് ഫയർഫോഴ്സൊക്കെ വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിത്രേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന കോളനിയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാ മറ്റേ ആ ഹോസ്പിറ്റലാണോ? അതാണ് കാരണം ഇത് ഇതിൻ്റെ മിഡിലാണ് കേച്ചേരി വരുന്നത്. ഈ സൈഡിൽ പ്രിയദർശിനി, ഇങ്ങോട്ട് വലിയ ചൂട് ഹോസ്പിറ്റൽ വഴിയാണ്.
വീട് കാണോ അവിടെ നിന്നാല്? വീട് കണ്ടാ? പൂമാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ആരോ ഇട്ടുപോയൊരു പൂമാല. കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇനി അടുത്തത് കുമ്പാരൻ കോളനിയിലേക്ക്. നല്ല പറങ്കിമാങ്ങയുടെ മണം, പറങ്കിമാവിന്റെ തോപ്പാണ് മറിച്ചിവിടെ. നമ്മളിപ്പോൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അവർ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് തരാൻ മണ്ണാണ്? ഇത് കളിമണ്ണ്. അപ്പൊ എങ്ങനെ ചുവപ്പ് കളറാവുക? അത് ചെമ്മണ്ണില്ലേ, അത് ആദ്യം വെള്ളത്തിൽ കുതിർത്തിടും. എന്നിട്ട് അതിന്റെ തെളി മാത്രം ഊറ്റിയെടുക്കും. അതിന്റെ ചെറിയ മട്ട് മാത്രം നൈസായിട്ട് അത് ഊറ്റി വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വയ്ക്കും. അത് അതിന്റെ മട്ട് മാത്രം എടുത്തിട്ട് കളർ കൊടുക്കും. അപ്പോഴാണ് ആ കളർ കിട്ടുന്നത്. 2 പ്രാവശ്യം കളർ ചെയ്താലേ ഈ കളർ കിട്ടും. ആ അത് ഇതെല്ലാം ആദ്യം പണിത് ഇപ്പൊ ആ സാധനം പണിത് വെച്ചില്ലേ, അത് ചക്രത്തിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്യും. അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ചെമ്മണ്ണ് തേച്ച് കളർ കൊടുത്ത് ഈ സാധനം അങ്ങനെ വെയിലത്ത് വെക്കില്ല. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടും. അപ്പൊ ഇതിന്റെ തന്നെ കാറ്റ് കൊണ്ട് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ഒരുവിധം ഉണങ്ങി അതിന്റെ ഈർപ്പൊക്കെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാൽ ചൂളയിൽ വെച്ച് കിടക്കും. ചൂളയിൽ വെച്ച് ഒരു 4 ദിവസം പിടിക്കും പുറത്തേക്ക് എടുക്കാൻ. കൊറോണ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? ഇപ്പൊ ചെയ്യാറുണ്ടോ? കൊറോണ സമയത്ത് ഭയങ്കര സാധനങ്ങളൊന്നും കയറ്റി പോണില്ലല്ലോ. ഇത് കണ്ണൂര്, മംഗലാപുരം, പിന്നെ ആ ഭാഗത്തു നിന്നൊക്കെ കുറെ പോവാ. അപ്പൊ കുറച്ച് ഇതന്നെ ഇല്ല. അപ്പൊ സ്റ്റോക്ക് പണിത് വെക്കും. പുറത്ത് പണിക്കൊന്നും പോവാ. നമ്മള് പഠിച്ച പണി ഇതല്ലേ. ആ ഇയാള് ചട്ടി ഇട്ടില്ലേ അവിടെ ഞങ്ങള്
കൊറോണ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എങ്ങനെയാ മറ്റേ ആഴ്ചനെക്കാട്ടി കുറവാണോ മറ്റേ ഇവർക്കൊക്കെ വർക്കൊക്കെ? കൊറോണ വന്നിട്ട് ഞങ്ങക്ക് ഭയങ്കര ഇത് ഇടിമയായി. അതല്ലേ. അതിപ്പോ ഇപ്പല്ലേ കൊറേ ദിവസമായിട്ട് കൊണ്ടുപോണത് ആൾക്കാര്. ഞങ്ങളെ എവിടേക്കും പോവാറില്ല. ഇവിടുന്ന് കയറ്റി ആൾക്കാര് പോണുണ്ട്. എവിടേക്കൊക്കെ ഇത് ഇവിടുന്ന് ഇത് കൊണ്ടുപോകാൻ? കയ്യാകല കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട്, വടകര ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോകണല്ലേ. ഗുരുവായൂര് മറ്റേ അവിടെ കുറെ അവിടേക്ക് കൊടുത്താണോ കൊണ്ടുപോകുന്നത്? ഗുരുവായൂര് ഇവര് പണിതിട്ട് ഞങ്ങളേക്ക് മേടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചിലവര് അവനാന്റെ പണി എടുത്തിട്ട് മുതല് അങ്ങനെ കൊണ്ടുപോകും. മണ്ണൊക്കെ ഇവിടുന്ന് മണ്ണിപ്പോ ഭാരതപ്പുഴന്ന് എടുക്കണുണ്ട്. ഇവിടുത്തെ മണ്ണുണ്ട്, അത് ആ മണ്ണ് സ്വന്തം പറ്റില്ല. അതില് ഭാരതപ്പുഴത്തെ മണ്ണ് അത് ഒറ്റയ്ക്ക് പണിയാൻ പറ്റില്ല, വെയിലിടാനും പറ്റില്ല, ഉണക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു മണ്ണാണ്. അപ്പൊ ഈ മണ്ണും കൂടി ആകുമ്പോ ശരിക്കും ശരിയല്ല. കണിയാനും നല്ല തന്നെ രണ്ടും ചോദിച്ചാല് അങ്ങനെ. പക്ഷെ അതന്നെ ഞങ്ങള് തമ്മിൽ പറയുമ്പോ ഞങ്ങളെ ഭാഷയിൽ പറയും. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭാഷയും കൂടിയിട്ടാണ്. കർണാടക ഉണ്ട്, തെലുങ്കുണ്ട്, മലയാളം ഉണ്ട്, തമിഴുണ്ട്, എല്ലാം. അതിന് എന്താ പറയാ എഴുതുമ്പോ ഒരു ലിപി ഉണ്ട്, അങ്ങനെ എഴുതുമ്പോ ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. ചിലത് കിട്ടുള്ളൂ. ഇല്ലില്ല, എഴുതാൻ പറ്റില്ല. അത് പറഞ്ഞില്ലേ മണ്ണെണ്ണ വരുമ്പോ മണ്ണെണ്ണ ഞങ്ങളെ മലയാളം സംസാരം എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഭാഷ. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഭാഷ സംസാരിക്കും, പുറത്തേക്ക് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കും. അതിപ്പോ നിങ്ങള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഭാഷ അല്ലേ? അവനിപ്പോ ഇവിടെ വിട്ടിട്ട് പോയ ഒരു 4-5 കൊല്ലം വിളിക്കാൻ സീറ്റ് ഇവര് പഠിക്കൂ. ചെറിയ പിള്ളേര് പഠിക്കില്ലേ? 2-3 കൊല്ലം ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചെറുതായിട്ട് മനസ്സിലാവും. ചിലവർക്ക് പറയാൻ കിട്ടില്ല, നമ്മള് പറയണത് മനസ്സിലാവും. അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ ചോദിച്ചാൽ എന്താ വിശേഷം എന്ന് ചോദിച്ചാ അതിന് വിശേഷം മലയാളത്തിൽ കയറി വരും. ശരി. പിന്നെ ബാക്കിയുള്ളത് തമിഴും തെലുങ്കായിട്ട് മാറി. ഇതില് ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡ ഉണ്ട്, എല്ലാം കേറി ഇറങ്ങി നിൽക്കണതാ. നമ്മളൊരു വീട്ടു വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കംപ്ലീറ്റ് മലയാളം, തെലുങ്ക്. അമ്മ എന്ന് പറഞ്ഞാൽ തെലുങ്കിലായി, നീളു എന്ന് പറഞ്ഞാൽ അല്ല തമിഴായി, നീളു എന്ന് പറഞ്ഞാൽ തെലുങ്കായി. പിന്നെ ഇങ്ങനെ കേറി അതിന്റെ ഇടയിൽ മലയാളം വരും. ഞങ്ങളതിൽ വെള്ളത്തിന് നീളെന്നേ പറയുള്ളൂ ഞങ്ങളെ തമ്മിൽ പറയുമ്പോ. അല്ലാതെ നിങ്ങളോട് പറയുമ്പോ വെള്ളം പറയും. ഇതിപ്പോ ഞങ്ങള് ചട്ടിയെന്നല്ലേ പറയാ. ഞങ്ങളെ ഭാഷയിൽ പറയുമ്പോ അറ്റുക. അല്ല നമ്മള് പറയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.